പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം വിപ്ലവകരമായിട്ടുള്ള ഒരു വലിയ മാറ്റം ഞങ്ങൾക്കവിടെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ നേതാക്കന്മാരുടെ വാദം. എന്നാൽ ഈ വാദം എത്രത്തോളം യാഥാർത്ഥ്യമാണ്, വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അവർ പറയുന്നത് കെ സുരേന്ദ്രൻ വന്നു, വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നു, ജനാവലിയോടുകൂടിയുള്ള പ്രചരണങ്ങളാണ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. കെ സുരേന്ദ്രന് വലിയ ഒരു സ്വീകരണം പത്തനംതിട്ടയിലെ ജനങ്ങൾ, ബി.ജെ.പി പ്രവർത്തകരെന്നല്ല, ജനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി നേതാക്കന്മാരും പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുള്ളത്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? നമുക്കൊന്ന് കടന്നു പോകാം. കെ സുരേന്ദ്രന്റെ കടന്നുവരവ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് അവിടെ വഴിവെച്ചിട്ടുണ്ട്. അതായത് പാർട്ടിക്കകത്ത് നിന്ന് ചില ആളുകൾ പറഞ്ഞു, കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടി പത്തനംതിട്ടയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് അത്തരക്കാർ പറഞ്ഞത്. അതിന് വ്യക്തമായ കാരണം എന്ന് പറയുന്നത് ഇരുമുടിക്കെട്ട് അടക്കം താഴെയിടുന്ന ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അതിന് വ്യക്തമായ രീതിയിൽ മാധ്യമങ്ങൾ തെളിയിച്ചു കൊടുത്തതുമാണ്. ശബരിമലയെ മുൻനിർത്തിയിട്ട് രാഷ്ട്രീയ ലാഭം ബി.ജെ.പി കൊയ്യാൻ ശ്രമിച്ചു. അതിലൂടെ കെ സുരേന്ദ്രൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം എന്ന് തെളിഞ്ഞത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളിൽ നിന്നാണ്. ഈ ദൃശ്യങ്ങൾ പാർട്ടിക്കകത്തുനിന്ന് തന്നെ രണ്ട് വിഭാഗങ്ങളെ ഉണ്ടാക്കി തീർക്കുകയും ഈ വിഭാഗം കെ സുരേന്ദ്രനെതിരെ ശക്തമായിട്ടുള്ള പ്രചരണം ബി.ജെ.പിക്കകത്ത് തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വേണ്ട, മറ്റൊരു സ്ഥാനാർത്ഥിയെ വേണം ഞങ്ങൾക്ക് എന്നുള്ള ആവശ്യവുമായി വന്നവർക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ബി.ജെ.പി നേതൃത്വം നൽകിയത്. RSS ഇടപെട്ട് കെ സുരേന്ദ്രനെ തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഇക്കൂട്ടർ എന്ത് ചെയ്തു? നേരെ CPM-ലേക്ക് പോയി എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ. നിരവധി പ്രവർത്തകരാണ് CPM-ലേക്ക് പോയിട്ടുള്ളത്. മറ്റൊരു കാര്യം, അതായത് കെ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം പൂഞ്ഞാറാശാൻ PC ജോർജിനും കിട്ടി നല്ല 8ന്റെ പണി. അതായത് പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള PD ജോണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, അതായത് 60ഓളം വരുന്ന ആളുകൾ CPM-ലേക്ക് പോയി. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ് ആയിരുന്നു അവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അവരെ വലിയ ഒരു ചടങ്ങോടുകൂടി അവരെ സ്വീകരിക്കുകയും ചെയ്തു. അത് വലിയ തിരിച്ചടിയാണ് പൂഞ്ഞാറാശാൻ PC ജോർജിനും ഉണ്ടാക്കിയിട്ടുള്ളത്. PC ജോർജിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് PC ജോർജിന്റെ പാർട്ടിക്കകത്ത് നിന്നും നിരവധി പ്രവർത്തകരാണ് ദിനം പ്രതി രാജിവെച്ചുകൊണ്ടേയുള്ളത്. മറ്റുള്ള പാർട്ടി എന്ന് പറയുന്നത് ഏകദേശം ആളുകളും പോകുന്നത് CPM-ലേക്കാണ്. പാർട്ടിയിൽ നിന്നും രാജിവെച്ച് CPM-ലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു കൂറുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അടിയൊഴുക്ക് അവിടെ ഇടതുപക്ഷത്തിനെ ശക്തിയാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ കോൺഗ്രസും പിന്നിലോട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ആന്റോ ആന്റണി ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. ആന്റോ ആന്റണിയും അവിടെ വിജയ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ബി.ജെ.പിയിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളൊക്കെ CPM-ലേക്ക് എത്തിപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു തരംഗം അവിടെ ഇടതുപക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല, ഇനിയും ശക്തമായിട്ടുള്ള തിരിച്ചടി PC ജോർജിനും കെ സുരേന്ദ്രനും അവിടെ നിന്നും ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അതായത് പ്രചരണങ്ങൾ നടക്കുന്നത് ബി.ജെ.പിയുടെ കേന്ദ്രങ്ങളിലായതുകൊണ്ട്, അതായത് ബി.ജെ.പിക്ക് ഭൂരിപക്ഷമുള്ള കേന്ദ്രങ്ങളിലായതുകൊണ്ട് ഒരു ജനാവലിയെ എടുത്തു കാണിക്കാൻ അവിടെ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നല്ലാതെ മറ്റുള്ള ഒരു ജനകീയ ഇടപെടൽ കെ സുരേന്ദ്രന് അവിടെ ഇതുവരെയും നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.